വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന താൽപര്യം ഉറപ്പാക്കാൻ അനുബന്ധ കരാർ നീക്കവുമായി സർക്കാർ. MSC കുത്തകാവകാശം ഉണ്ടാകില്ല എന്നതടക്കം രേഖാമൂലം ഉറപ്പാക്കാൻ നീക്കം. അന്തിമ തീരുമാനം എംപവേർഡ് കമ്മിറ്റി ശുപാർശയ്ക്ക് ശേഷം അദാനിയുടെ അപേക്ഷയും വിശദമായി പരിശോധിക്കും. വിഴിഞ്ഞം കരാർ UDF-ൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ശക്തം. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മ. തെറ്റുതിരുത്തിയാൽ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലേക്ക് തിരിച്ചുവരാം. പയ്യന്നൂരിൽ TA മധുസൂദനനെ മാറ്റിയിരുന്നുവെങ്കിൽ വിജയിക്കാമായിരുന്നുവെന്നും TK ഗോവിന്ദനെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വീട്ടിൽ സ്വീകരിച്ചത് ശരിയായില്ലെന്നും MV ജയരാജൻ. കൂട്ടപ്പിരിച്ചുവിടലിൽ സർക്കാരിന്റെ അനുനയ നീക്കത്തോട് പ്രതികരിക്കാതെ US ടെക് കമ്പനി കോറോ ഹെൽത്ത്. നാളത്തെ ചർച്ചയിൽ പങ്കെടുക്കണമെന്നതിൽ മറുപടിയില്ല. കൊച്ചിക്ക് പിന്നാലെ കോഴിക്കോടും ജോലി നഷ്ടമാകുന്നത് 400-ലേറെ പേർക്ക്. 12 വർഷം പ്രവൃത്തി പരിചയമുള്ള സീനിയർ സ്റ്റാഫുകൾക്കുൾപ്പെടെ ജോലി നഷ്ടമായി. IT ഇതര മേഖലകളിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളില്ലാത്തത് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മുൻ മന്ത്രി V ശിവൻകുട്ടി. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ വഴിത്തിരിവ്. പരാതിക്ക് പിന്നിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് സഹപാഠിയോടുണ്ടായ പ്രതികാര ബുദ്ധി. 13-കാരിയുടെ പരാതിയും മൊഴികളും വ്യാജമെന്ന് പോലീസ്. ആരും പീഡിപ്പിച്ചിട്ടില്ലെന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ പെൺകുട്ടി. ലൈംഗിക ചൂഷണം നടന്നിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. കസ്റ്റഡിയിലുള്ളവരെ വിട്ടയച്ചു. അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്കിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നാളെ യോഗം ചേരും. ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ രാജി, കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളുടെ പരിശോധന എന്നിവ അജണ്ട. ക്ഷേത്രത്തിൽ സമർപ്പിച്ച സ്വർണത്തിലുള്ള രാമചരിതമാനസ് നഷ്ടപ്പെട്ടതായി മുൻ ആഭ്യന്തര സെക്രട്ടറിയുടെ പരാതി. പ്രിയങ്കാ ഗാന്ധി അടക്കം ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാക്കളെ ചോദ്യം ചെയ്യണമെന്ന് VHP. ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാഗ്വയെ തോൽപ്പിച്ച് ഫ്രാൻസ് 4ാം തവണയും ക്വാർട്ടറിൽ. ഫ്രഞ്ച് പടയുടെ ജയം എംബാപ്പയുടെ പെനാൽറ്റി ഗോളിൽ. ക്വാർട്ടറിൽ നേരിടുക മൊറോക്കോയെ. ഗോൾവേട്ടയിൽ മെസ്സിക്കൊപ്പം എംബാപ്പെ. ഇന്ന് രാത്രി 1:30 മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ നോർവേയെയും 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെയും നേരിടും. വിശദമായി നോക്കാം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ആരോപണവും പ്രതിഷേധവും ശക്തമാകുമ്പോൾ അദാനി ഗ്രൂപ്പുമായി അനുബന്ധ കരാർ ഒപ്പിടാൻ സർക്കാർ ഒരുങ്ങുന്നു. മന്ത്രിസഭയിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷമാണ് തുടർ നീക്കം. വിഴിഞ്ഞം കരാർ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് സമ്മർദ്ദം ശക്തമാകുമ്പോൾ തുടർ നീക്കം കരുതലോടെ നടത്തുകയാണ് സർക്കാർ. 49% ഓഹരിയും MSC കമ്പനിക്ക് അദാനി കൈമാറുമ്പോൾ അനുമതി നൽകണമെങ്കിൽ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുമെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ നിയമവശങ്ങളും സർക്കാർ ആലോചിക്കുന്നു. അതിന്റെ ഭാഗമായാണ് അനുബന്ധ കരാറിനായി നീക്കം നടത്തുന്നത്. രാജ്യ താൽപര്യം സംരക്ഷിച്ചും MSCക്ക് കുത്തകാവകാശം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിയും മുന്നോട്ടു പോകണമെങ്കിൽ ഒരു അനുബന്ധ കരാറിലൂടെ നിയമപരിരക്ഷ ദൃഢമാക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. അദാനി നൽകിയ കത്തിലെ ഉള്ളടക്കവും വിശദീകരണക്കുറിപ്പിലെ വിശദാംശങ്ങളും സർക്കാർ സമഗ്രമായി പരിശോധിക്കും. ഇക്കാര്യത്തിൽ AGയുടെ നിയമോപദേശവും തേടിയിട്ടുണ്ട്. ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ CPM ഡീൽ ആരോപണം ശക്തമാക്കുമ്പോൾ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക കൂടിയാണ് ലക്ഷ്യം. അതേസമയം വിഴിഞ്ഞം കരാർ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാകുന്നു. നിർണായക വിഷയങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നുവെന്ന ആക്ഷേപം ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ KPCC ഭാരവാഹി യോഗം വിളിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം കരാറിൽ കൃത്യമായ അജണ്ടയോടെയാണ് VD സതീശൻ കാര്യങ്ങൾ നിർവഹിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MSC കമ്പനിക്ക് കരാർ ലഭിച്ചതിൽ വളരെ കൃത്യതയോടെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. മംഗലാപുരത്ത് പോയി ചർച്ച ചെയ്ത് തീരുമാനിച്ച് കൃത്യതയോടെയുള്ള ഡീലാണ് നടന്നത്. കേരളത്തിന്റെ ധാതു സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ചാണ് ധവളപത്രത്തിലും ബജറ്റിലും പറയുന്നത്. കടലും കരയും കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കാനുള്ള തീരുമാനമാണ് ഇതിന് പിന്നിലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കൃത്യമായ അജണ്ട വെച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന നിലയാണ് VD സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിച്ചത്. വളരെ കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ നീങ്ങിയത്. മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് നമുക്കറിയുന്നത് പോലെ പ്രത്യേക പ്ലെയിൻ ചാർട്ട് ചെയ്ത് മംഗലാപുരം വരെ പോയി അദാനിയുടെ പ്രമുഖരായ വക്താക്കളും ഉണ്ടായിരുന്നു. അവരെല്ലാമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കൃത്യതയോടുകൂടിയുള്ള ഒരു ഡീലാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
തിരുത്താൻ തയ്യാറായാൽ ടി കെ ഗോവിന്ദനെയും വി കുഞ്ഞികൃഷ്ണനെയും പാർട്ടിയിൽ തിരിച്ചെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. തെറ്റ് തിരുത്തുന്നവരെ ഒറ്റപ്പെടുത്തി മുന്നോട്ടു പോകില്ല. പയ്യന്നൂരിൽ TA മധുസൂദനനെ മാറ്റിയിരുന്നുവെങ്കിൽ വിജയിക്കാമായിരുന്നുവെന്നും ടി കെ ഗോവിന്ദനെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വീട്ടിൽ സ്വീകരിച്ചത് ശരിയായില്ലെന്നും MV ജയരാജൻ പ്രതികരിച്ചു. പയ്യന്നൂർ തളിപ്പറമ്പ് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള MV ജയരാജന്റെ പ്രതികരണത്തിൽ മറുപടിയുമായി MV ഗോവിന്ദൻ. പാർട്ടി സ്വയം നേരത്തെ വിമർശനം നടത്തിയതാണ്. ഓരോരുത്തരും ഓരോ ചാനലിൽ സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട പാർട്ടിയുടെ ഭാഗമായല്ല അദ്ദേഹം സംസാരിച്ചത്. തെറ്റുതിരുത്തിയാൽ ആരെയും തിരിച്ചെടുക്കും. വർഗവഞ്ചന എന്നതാണ് തെറ്റ്. സുധാകരനും ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പാർട്ടിയെ വഞ്ചിച്ചു പോയവരാണ്. പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനെതിരെ എതിർചേരിയെന്ന വാർത്ത അസംബന്ധമാണെന്നും MV ഗോവിന്ദൻ തൃശൂരിൽ പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPM CPI തർക്കം രൂക്ഷം. ചർച്ച ചെയ്യേണ്ടതില്ല എന്ന പിണറായി വിജയന്റെ പ്രസ്താവനയിൽ പരസ്യമായി പ്രതിഷേധിച്ച് CPI. ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ വ്യക്തമാക്കി. CPI പറഞ്ഞതുപോലെ കേട്ടിരുന്നുവെങ്കിൽ ഈ നില വരുമായിരുന്നില്ല എന്നും PP സുനീർ തിരിച്ചടിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള CPM CPI തർക്കം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തലപൊക്കുകയാണ്. തർക്കത്തെ തുടർന്ന് ഇടതുമുന്നണി യോഗം ചേരാനാകുന്നില്ല എന്ന വാർത്തകൾ പ്രചരിക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് പദവിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ പരിഹാസമാണ് CPIയെ പ്രകോപിപ്പിച്ചത്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. മുന്നണിയിൽ നിൽക്കുന്ന വിഷയമല്ല. അതൊന്നും മുന്നണി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. കടുത്ത പ്രതിഷേധമാണ് CPIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയല്ല CPI എന്നും ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ വ്യക്തമാക്കി. അങ്ങനെ ഏകപക്ഷീയമായി അടക്കേണ്ട വിഷയമല്ല എന്ന് തന്നെയാണ് CPI പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിൽ പാർട്ടിയല്ല CPI പറഞ്ഞുകൊണ്ടേയിരുന്നത്. പലപ്പോഴും കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇടതുപക്ഷം ഉണ്ടാവുമായിരുന്നില്ല എന്ന അനുഭവം നമ്മൾ ബോധ്യപ്പെടുന്നു. എന്നാൽ CPIയുമായുള്ള തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് V ശിവൻകുട്ടി വ്യക്തമാക്കിയത്. CPI തമ്മിലുള്ള പ്രശ്നമല്ലേ, സംസാരിച്ച് തീർക്കും. നിങ്ങളുടെ ഉത്കണ്ഠയും പരിഹാരം കാണും. നിങ്ങളുടെ ഒരു വിഷമമുണ്ടല്ലോ, തീർത്തിയിരുന്നില്ല എന്നുള്ള വിഷമം, അതും അതിനും പരിഹാരം ഉണ്ടാകും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുടെ തർക്കം രൂക്ഷമാകുമ്പോൾ ഇടതുമുന്നണി യോഗം പോലും ചേരാനാകാതെ പ്രതിസന്ധിയിലാണ് നേതൃത്വം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. US ടെക് കമ്പനി കോറോ ഹെൽത്തിന്റെ കൂട്ട പിരിച്ചുവിടലിൽ കൊച്ചിക്ക് പിന്നാലെ കോഴിക്കോട് ജോലി നഷ്ടമാകുന്നത് 400-ലേറെ പേർക്ക്. 22 വയസ്സുള്ള ട്രെയിനികൾ തുടങ്ങി ഈ മേഖലയിൽ 12 വർഷം പ്രവൃത്തി പരിചയമുള്ള സീനിയർ സ്റ്റാഫുകൾക്കുൾപ്പെടെയാണ് ജോലി നഷ്ടമായത്. സർക്കാർ ചർച്ച തുടരുന്നുണ്ട് എങ്കിലും കമ്പനി പ്രതിനിധികളെ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ് ജീവനക്കാർ നേരിടുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് 400-ലേറെ പേർക്കാണ് ചുങ്കത്തെ ഈ ബ്രാഞ്ചിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ജീവനക്കാർ. 3 മാസത്തെ നോട്ടീസ് പീരീഡെങ്കിലും നൽകിയിരുന്നെങ്കിൽ മറ്റു ജോലി സാധ്യത തേടാമായിരുന്നു. എന്നാൽ എല്ലാവിധത്തിലും തങ്ങളുടെ ഭാവിയെ അവതാളത്തിലാക്കിയാണ് കോറോ ഹെൽത്ത് തങ്ങൾക്ക് മുന്നിൽ വാതിൽ അടയ്ക്കുന്നതെന്നതാണ് ജീവനക്കാരെ ധർമ്മസങ്കടത്തിലാക്കുന്നത്. കോഴിക്കോട് വെസ്റ്റിൽ ചുങ്കത്താണ് കമ്പനിയുടെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. 2.5 വർഷമായി ജില്ലയിൽ തുടരുന്ന കമ്പനിയിൽ 22 വയസ്സ് മുതൽ 40 വരെയുള്ള 380-ലേറെ തൊഴിലാളികളാണുള്ളത്. അമേരിക്കയിലെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡാറ്റകളുടെ കോഡിംഗ് ആണ് ഇവർ ചെയ്തു നൽകുന്നത്. വെള്ളിയാഴ്ച പതിവ് പോലെ ഓഫീസിലെത്തിയവരോടാണ് നാളെ മുതൽ ജോലിയില്ലെന്ന് കമ്പനി വ്യക്തമാക്കിയത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കമ്പനി നഷ്ടത്തിലാണ്. അതുകൊണ്ട് കേരളത്തിലെ ഓപ്പറേഷൻസ് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഞാൻ ഈ ജോലിയിൽ നിന്നുകൊണ്ട് ഞാൻ മറ്റൊരു ജോലി നോക്കുന്നത് പോലെയല്ല ജോലി പോയാൽ ഞാൻ മറ്റൊരു ജോലി നോക്കുന്നത്. അങ്ങനെ 900-ഓളം കുടുംബങ്ങളാണ് അനാഥമാകാൻ പോകുന്നത്. 900-ഓളം കുടുംബങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല ഈ ഒരു മേഖലയിൽ. കാരണം ഞാനാണ് 9-10 വർഷം ഈ ഫീൽഡിലാണ്. അതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാലറിയിൽ ആ സ്കെയിലിൽ അവരെടുക്കാൻ പറ്റിയൊരു സൗകര്യം നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുമെന്നതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാർ. തിങ്കളാഴ്ച പതിവ് പോലെ ഓഫീസിലെത്താനാണ് ഇവരുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ നടപടി പ്രതിഷേധാർഹമെന്ന് മുൻ തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി. CITU ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ലേബർ കമ്മീഷന് മുന്നിലും ലേബർ കോടതികൾക്ക് മുന്നിലും വിഷയം ഉന്നയിക്കും. കേന്ദ്ര ലേബർ കോഡിന്റെ മറവിൽ വ്യക്തമായ നിയമലംഘനമാണ് നടന്നിരിക്കുന്നത്. IT മേഖലയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്നും V ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. IT അനുബന്ധ മേഖലകളിൽ
ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഇല്ലാത്തതാണ് മാനേജ്മെൻറ്റുകൾ ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുവാൻ കാരണം. ഈ മേഖലയിൽ ശക്തമായ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരേണ്ടത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ അനിവാര്യമാണെന്ന് CITU കാണുന്നു. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടൽ കേരളത്തിന് ഐ ഓപ്പണറാണെന്ന് A. റഹീം MP. നരേന്ദ്രമോദി സർക്കാരിന്റെ ലേബർ കോഡാണ് കമ്പനിയെ ഇതിന് പ്രേരിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയാകരുതെന്നും റഹീം ആവശ്യപ്പെട്ടു. കോറോ ഹെൽത്തിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട സംഭവം യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചൊരു ഐ ഓപ്പണറാണ്. രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രത്യാഘാതം എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു ചെറിയ സൂചന മാത്രമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ അതൃപ്തി പുകയുന്നു. മന്ത്രിമാർ സ്വജനപക്ഷപാതം കാണിച്ചുവെന്നും പാർട്ടിക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിച്ചവരെ അവഗണിച്ചുവെന്നും ആരോപിച്ച് MSF മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി. സംഘടനയെ ജയിലിൽ പോകാനും തല്ലുകൊള്ളാനും മാത്രം ഉപയോഗിക്കുകയും നിയമനങ്ങളുടെ കാര്യത്തിൽ മാത്രം സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയം അംഗീകരിക്കാനാവില്ലെന്നും പ്രമേയം പറയുന്നു. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ വഴിത്തിരിവ്. 13-കാരിയുടെ പരാതിയും മൊഴികളും പൂർണ്ണമായും വ്യാജമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് സഹപാഠിയോടുള്ള പ്രതികാര ബുദ്ധിയിലാണ് പെൺകുട്ടി കളവ് പറഞ്ഞതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതോടെ കേസിൽ കസ്റ്റഡിയിലായിരുന്ന സഹപാഠികൾ ഉൾപ്പെടെ 6 പേരെയും വിട്ടയച്ചു. കൗൺസിലിംഗിനിടെ 13-കാരി നൽകിയ ഞെട്ടിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പത്തനംതിട്ട കൂടൽ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ സ്കൂളിന് സമീപത്തും ഒപ്പം പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു പെൺകുട്ടിയുടെ ആരോപണം. ചൈൽഡ് ഹെൽപ്പ് ലൈൻ വഴി വിവരം പോലീസിലേക്ക് എത്തിയതോടെ സഹപാഠിയടക്കം 6 പേരെ പോലീസ് ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് കേസിന്റെ ഗതി പൂർണ്ണമായും മാറിയത്. കേസിൽ നിർണായകമായത് പെൺകുട്ടിയുടെ വൈദ്യപരിശോധനാ ഫലമാണ്. മെഡിക്കൽ പരിശോധനയിൽ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടില്ലെന്ന് വ്യക്തമായി. ഇതോടെ പെൺകുട്ടി ആദ്യം നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യവും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് സഹപാഠിയുമായി ബ്രേക്കപ്പ് ആയതിന്റെ ദേഷ്യത്തിൽ കെട്ടിച്ചമച്ച കഥയാണിതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇതേ തുടർന്ന് കസ്റ്റഡിയിലുണ്ടായിരുന്ന 6 പേരെയും ഇന്നലെ വൈകിട്ടോടെ താൽക്കാലികമായി വിട്ടയച്ചു. മൊഴി വ്യാജമാണെന്ന് കണ്ടെത്തിയെങ്കിലും കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ നിയമപരമായ അന്വേഷണം തുടരും. ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വ്യാജമൊഴി നൽകാനുണ്ടായ സാഹചര്യം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. അതോടൊപ്പം പെൺകുട്ടിക്ക് ആരെങ്കിലും മയക്കുമരുന്ന് നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നാളെ യോഗം ചേരും. ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ രാജി, കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളും പരിശോധിക്കും. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്തു. അതേസമയം ക്ഷേത്രത്തിന് സമർപ്പിച്ച സ്വർണത്തിലുള്ള രാമചരിതമാനസ് നഷ്ടപ്പെട്ടതായി മുൻ ആഭ്യന്തര സെക്രട്ടറിയുടെ പരാതി. അയോധ്യ ക്ഷേത്രത്തിൽ സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും SIT അന്വേഷണത്തിനും ശേഷം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ആദ്യ യോഗം നാളെ ചേരും. ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് മഹാരാജിന്റെ ആശ്രമത്തിലാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്ത് യോഗം പരിശോധിക്കും. ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും 2025-26 സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കിന്റെ വിശദമായ പരിശോധനയും അജണ്ടയിലുണ്ട്. സംഭാവനാ ക്രമക്കേട് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ചമ്പത് റായുടെ മൊഴിയെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. കേസിലെ മുഖ്യപ്രതി അവിനാശ് ശുക്ലയെ വീണ്ടും ചോദ്യം ചെയ്തു. CCTV ദൃശ്യങ്ങളിൽ ക്രമക്കേട് നടത്തുന്നതിന്റെ നിർണായക വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത്. പ്രതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പരിശോധന തുടരുകയാണ്. അതേസമയം രാമക്ഷേത്രത്തിന് സമർപ്പിച്ച സ്വർണത്തിലുള്ള രാമചരിതമാനസ് നഷ്ടപ്പെട്ടതായി മുൻ ആഭ്യന്തര സെക്രട്ടറി S. ലക്ഷ്മിനാരായണൻ പരാതി ഉന്നയിച്ചു. 5 കോടിയോളം വിലമതിക്കുന്ന രാമചരിതമാനസ് സമർപ്പിച്ചതിന്റെ രസീത് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നൽകിയിട്ടില്ലെന്നും ഇക്കാര്യം SIT അറിയിച്ചിട്ടുണ്ടെന്നും മുൻ ആഭ്യന്തര സെക്രട്ടറി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ആഭ്യന്തര കലഹത്തിൽ തകർന്നടിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടി രാജിവെച്ചതോടെ പാർട്ടി പൂർണ്ണമായും വിമത വിഭാഗം പിടിച്ചെടുത്തു. പാർട്ടി ആസ്ഥാനം നഷ്ടപ്പെട്ടതോടെ വീട് ഓഫീസായി പ്രവർത്തിക്കുമെന്നും കീഴടങ്ങില്ലെന്നും മമതാ ബാനർജി. കമ്പനി അടച്ചുപൂട്ടുമ്പോൾ ജീവനക്കാർ പിരിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണെന്ന് BJPയുടെ പരിഹാസം. നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പുറകെ തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ട മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പാർട്ടി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. മമതയുടെ വിശ്വസ്തയായിരുന്ന ചന്ദ്രിമ ഭട്ടാചാര്യ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും വിമത വിഭാഗം പിടിച്ചെടുത്തു. തൃണമൂലിൻ്റെ പേരും ചിഹ്നവും അവകാശപ്പെട്ട് ഋതുപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ സംഘം തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. ബഹുഭൂരിപക്ഷം MLA-മാരും നേതാക്കളും വിമത നീക്കത്തിനൊപ്പമായതിനാൽ പാർട്ടിയുടെ പേരും ചിഹ്നവും മമതയ്ക്ക് നഷ്ടമാകാനാണ് സാധ്യത. കൊൽക്കത്തയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ആസ്ഥാനം ഋതുപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം പിടിച്ചെടുത്തിരുന്നു. ഒരു കമ്പനി അടച്ചുപൂട്ടുമ്പോൾ ജീവനക്കാർ പിരിഞ്ഞുപോകുന്നത് സ്വാഭാവികമാണെന്നും തൃണമൂൽ കോൺഗ്രസിൽ മമതയും അഭിഷേക് ബാനർജിയും മാത്രം ബാക്കിയാകുമെന്നും BJP പ്രതികരിച്ചു. देखिए, कंपनी जब बंद होता है तो कर्मचारी एक एक करके चले जाते हैं. इसमें नई बात कौन सी है? तो तृणमूल नाम का जो कंपनी है ये तो बंद हो चुका है, इसमें ताला लग चुका है. सिर्फ बुआ और भतीजा रहेगा कालीघाट तृणमूल में. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം നിലനിർത്താൻ നിയമ പോരാട്ടം നടത്തുമെന്നും ഒരിക്കലും കീഴടങ്ങില്ലെന്നും മമതാ ബാനർജി വ്യക്തമാക്കി. പാർട്ടി ആസ്ഥാനം വിമതർ പിടിച്ചെടുത്തെങ്കിലും വീട് ഓഫീസായി പ്രവർത്തിക്കുമെന്നും മമത പ്രഖ്യാപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. 6 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അലർട്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയുള്ളപ്പോൾ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ മഴ ശക്തമായി തുടരുന്നു. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രതികൂല കാലാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. മോശം കാലാവസ്ഥയും ദൃശ്യപരത കുറഞ്ഞതും കാരണം 5 അന്താരാഷ്ട്ര സർവീസുകളും 10 ആഭ്യന്തര സർവീസുകളും ഉൾപ്പെടെ ആകെ 15 വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് അടിയന്തരമായി വഴിതിരിച്ചുവിട്ടു. വരും ദിവസങ്ങളിലും ഡൽഹിയിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതിശക്തമായ മഴയിൽ മുംബൈയും സമീപ പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീതിയിലാണ്. ഇന്ന് മുംബൈയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നഗരത്തിലെ പല ഭാഗങ്ങളിലും 200 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചു. അത്യാവശ്യ സാഹചര്യങ്ങൾ ഒഴികെ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. കുട്ടനാട്ടിൽ നെൽകൃഷിക്ക് വൻ തിരിച്ചടിയെന്ന് കൃഷിവകുപ്പിന്റെ പഠന റിപ്പോർട്ട്. കാലാവസ്ഥാ വ്യതിയാനവും തീരശോഷണവും മൂലം നെൽകൃഷിയുടെ വിളവിൽ ഗണ്യമായ കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. 2019 മുതൽ തന്നെ വിളവിൽ വലിയ കുറവ് കുട്ടനാടൻ പാടങ്ങളിൽ ഉണ്ടായതായും പഠനം വ്യക്തമാക്കുന്നു. മുൻപ് ഹെക്ടറിന് ശരാശരി 5 ടൺ നെല്ല് ലഭിച്ച പാടശേഖരങ്ങളിൽ വിളവ് 3 ടണ്ണോളമായി ചുരുങ്ങി. പൂവിടുന്ന സമയങ്ങളിൽ നെല്ലിന് 32 ഡിഗ്രി താപനിലയാണ് അനുയോജ്യം. എന്നാൽ നിലവിൽ ശരാശരി താപനില 34 ഡിഗ്രിക്കും മുകളിലാണ്. ഈ വർധന 10% വരെ വിളവ് കുറച്ചു. അരിമണിയുടെ തൂക്കത്തിൽ 5% വരെ കുറവുണ്ടായി. ചൂട് വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ജലത്തിൻ്റെയും മൂലകങ്ങളുടെയും സംവഹനശേഷിയും കുറയും. പ്രകാശ സംശ്ലേഷണ ശേഷിയും കുറഞ്ഞു. ജലസ്രോതസ്സുകളിൽ ലവണാംശം വർദ്ധിച്ചതും വേനൽ കൃഷിയെ ബാധിച്ചു. പാടങ്ങളിൽ അലുമിനിയത്തിൻ്റെ അളവ് 300% വരെ അധികമായി. നെല്ലിന് ഏറ്റവും അത്യാവശ്യമായ സിലിക്കൺ കുറഞ്ഞതാണ് മറ്റൊരു പ്രതിസന്ധി. കൂടാതെ മണ്ണിൻ്റെ pH മൂല്യവും 2.5 വരെ താഴ്ന്നു. തീരദേശത്തെ താഴ്ന്ന ഭാഗങ്ങളിൽ ഉയർന്ന വേലിയേറ്റത്തിൽ കടൽവെള്ളം കരയിലേക്ക് കയറുന്ന തിരപ്രളയവും തിരിച്ചടിയായി. ഇതിനെല്ലാം പുറമെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന രോഗങ്ങളെ അതിജീവിക്കാനുള്ള വിത്തുകളുടെ ശേഷിക്കുറവും വിളവിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ രോഗികൾക്ക് തറയിൽ കിടക്കേണ്ടി വരുന്ന ദുരവസ്ഥയിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പനി ക്ലിനിക് പൂർണ്ണമായും പുലയനാർകോട്ട ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ CSR ഫണ്ട് ഉപയോഗിച്ച് പുതിയ ബ്ലോക്ക് നിർമ്മിക്കും. ആദ്യഘട്ടം തിരുവനന്തപുരത്തും 2ാം ഘട്ടം കോഴിക്കോട്ടും നടപ്പാക്കും. സംസ്ഥാനത്ത് പകർച്ചപ്പനി നിയന്ത്രണ വിധേയമാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. അതായത് പനി ക്ലിനിക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പോൾ 200ഓളം ബെഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ CSR ഫണ്ട് ഉപയോഗിച്ചൊരു പുതിയ ബ്ലോക്ക് നിർമ്മിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവിടെയും ഈ രോഗികളെ നിലത്ത് കിടത്തുന്നുണ്ട്. ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടു. ടെൻഡറിൽ
ടെൻഡറില്ലാതെ പൊതുമരാമത്ത് കരാർ ഏറ്റെടുക്കുന്നതിൽ ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് സർക്കാർ അനുമതി നീട്ടി നൽകി. 46 കരാർ ഏജൻസികൾക്ക് ഈ മാസം 31 വരെ അനുമതി നീട്ടി നൽകി ധനവകുപ്പ് ഉത്തരവിറക്കി. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF ക്രമക്കേട് ആരോപിച്ച വിഷയത്തിലാണ് ഇപ്പോൾ മലക്കം മറിയുന്നത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF സ്വീകരിച്ച പല വിഷയങ്ങളിലും അധികാരത്തിലെത്തിയപ്പോൾ യൂട്ടേൺ അടിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഗവൺമെന്റ് പ്രീഡർ നിയമനം, ബന്ധു നിയമനം, PMC, മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിലെ നിലപാട് മാറ്റം വിമർശന വിധേയമാണ്. ഇതിനു പിന്നാലെയാണ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിരന്തരം വിമർശിച്ചിരുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയെ പിന്തുണയ്ക്കുന്ന നിലപാട് ഭരണത്തിൽ വന്ന ശേഷം സർക്കാർ സ്വീകരിക്കുന്നത്. ഊരാളുങ്കലിന് ക്ലീൻ ചിറ്റ് നൽകി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നിയമസഭയിൽ മറുപടി നൽകിയതും വിവാദമായിരുന്നു. ഇപ്പോൾ ടെൻഡറില്ലാതെ കരാർ പണികൾ ഏറ്റെടുക്കാൻ ഊരാളുങ്കൽ കമ്പനിക്ക് സർക്കാർ അനുമതി നീട്ടി നൽകിയിരിക്കുകയാണ്. 46 അക്രഡിറ്റഡ് കരാർ ഏജൻസികൾക്ക് അവകാശം പുതുക്കി നൽകിയതിൽ ഊരാളുങ്കലിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 31 വരെയാണ് അനുമതി നീട്ടി നൽകിയിരിക്കുന്നത്. ധനവകുപ്പാണ് ഇതിൽ ഉത്തരവിറക്കിയത്. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി, പിണറായി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, കോസ്റ്റ് ഫോർഡ്, ഹാബിറ്റേറ്റ്, തൃശൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഊരാളുങ്കൽ സൊസൈറ്റി എന്നിവയാണ് സർക്കാർ ഇതര അക്രഡിറ്റഡ് ഏജൻസികൾ. ഇവർക്ക് നൽകിയിരുന്ന 2 വർഷത്തെ അവകാശമാണ് കഴിഞ്ഞ മെയ് 31 അവസാനിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. താരസംഘടന അമ്മയിലെ പ്രതിസന്ധികൾക്കിടെ ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടിയുമായി പ്രസിഡന്റ് ശ്വേതാ മേനോൻ. നുണകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പിന്നോട്ട് പോകില്ലെന്ന് ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാവില്ല. ജനറൽ ബോഡി മീറ്റിംഗിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ശ്വേത പറയുന്നു. അതേസമയം ശ്വേതയ്ക്ക് സമയം നൽകണമെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തതയില്ലാതെ കരിവാരി തേക്കരുതെന്നും നടി പ്രിയങ്ക പ്രതികരിച്ചു. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങളും മറുപടികളുമായി താരസംഘടന അമ്മയിലെ തർക്കം തുടരുകയാണ്. ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടിയും വിമർശനവുമായി ശ്വേതാ മേനോൻ തന്നെയാണ് ഇന്ന് രംഗത്തെത്തിയത്. സംഘടനയുടെ പ്രസിഡന്റ് എന്ന പേരിൽ തന്നെയാണ് ശ്വേത ഫേസ്ബുക്കിൽ കുറിപ്പുകൾ ഇട്ടിട്ടുള്ളത്. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാവില്ലെന്നും മനസ്സിലാക്കിയ സമയമാണ് ഇതെന്നും ശ്വേത പറയുന്നു. അവർ ആരൊക്കെയാണെന്ന് താരസംഘടനയിലെ അംഗങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തന്റെ വിജയം. നുണകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പോരാട്ടങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നും അവർ വ്യക്തമാക്കുന്നു. സ്ഥിരവരുമാനമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് താങ്ങാവുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. പണം തരുന്നത് ഹിന്ദുവാണോ, മുസ്ലിമാണോ, അംബാനിയാണോ, അദാനിയാണോ എന്ന് നോക്കിയിട്ടല്ല സ്വീകരിച്ചിട്ടുള്ളതെന്ന് മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർക്കുള്ള മറുപടിയായി ശ്വേത കുറിക്കുന്നു. കുറ്റാരോപിതർ നടത്തിയ സാമ്പത്തിക തിരിമറികൾ കണ്ടെത്തിയതോടെയാണ് തന്നെ അപമാനിക്കാൻ തുടങ്ങിയതെന്നും ആരോപിതർ ചെയ്യുന്ന തിരിമറികളും തട്ടിപ്പുകൾക്കും എന്തിനു ചീത്തപ്പേര് കേൾക്കണം എന്നതുകൊണ്ടാണ് മോഹൻലാൽ വരെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോയതെന്നും ശ്വേത കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ശ്വേതയ്ക്ക് പിന്തുണയുമായി നടി പ്രിയങ്ക രംഗത്തു വന്നു. കോടതി ഉത്തരവിനെ മാനിക്കണം. ശ്വേത തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തതയില്ലാതെ കരിവാരി തേക്കരുതെന്നും പ്രിയങ്ക പ്രതികരിച്ചു. ശ്വേത എന്ന് പറയുന്ന വ്യക്തി എന്നെ പേഴ്സണലായിട്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്. തെറ്റ് കണ്ടെങ്കിൽ ഇനിയിപ്പോൾ തെളിഞ്ഞു വരുമ്പോൾ തെറ്റിന് നമ്മളെല്ലാവരും അവരോട് നിൽക്കില്ലല്ലോ. ഇതുവരെ ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ കരിവാരി തേക്കുന്നത്? ഇവിടെ നിയമവും കോടതിയുണ്ട്, പോലീസും ഉണ്ട്. എല്ലാവരും നോക്കട്ടെ. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ ഓഡിറ്ററും അഡ്വക്കേറ്റും അറിയാതെ ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്തത്? അല്ലേ, കോടതി ഒന്നുമില്ലാതെ ഭരിച്ചോളാൻ പറയില്ലല്ലോ. കോടതിയെ മാനിക്കണ്ടേ? ഞാനൊക്കെ കോടതിയെ മാനിക്കുന്നു. ഞാൻ ശ്വേതയുടെ ഒപ്പം തന്നെ നിൽക്കുന്നു. പ്രശ്നപരിഹാരത്തിന് മുതിർന്ന താരങ്ങൾ ഇടപെടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, കൊച്ചി. നടി ലക്ഷ്മി പ്രിയക്കെതിരായ അൻസിബയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശം. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ലക്ഷ്മിപ്രിയ ഭർത്താവ് ഹിൽ പാലസ് വനിതാ സെല്ലിലെ SI രേഷ്മ എന്നിവർക്കെതിരെയാണ് പരാതി. വ്യാജ പരാതിയുടെ മറവിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന അൻസിബയുടെ പരാതിയിലാണ് കോടതി നടപടി. നിയമവിരുദ്ധമായി തന്നെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചതായും അൻസിബ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താത്ത കടവന്ത്ര SHOക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അൻസിബ. സിനിമാ മേഖലയിൽ അനാവശ്യമായി BJPയെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. ശ്വേതാ മേനോൻ ദേശീയവാദിയും നരേന്ദ്രമോദിയുടെ ഭക്തയുമാണ്. എന്നാൽ BJPക്കാരിയല്ല. BJP അമ്മ സംഘടന പിടിച്ചടക്കാൻ ശ്രമിക്കുന്നുവെന്ന് വ്യാജ പ്രചാരണമാണ് നടത്തുന്നത്. സുരേഷ് ഗോപി സിനിമാ മേഖലയ്ക്ക് മാതൃകയാണ്. സിനിമ മുഖം മൂടി വെച്ച രാഷ്ട്രീയക്കാർ മാന്യത പാലിക്കണമെന്നും സുരേഷ് വിമർശിച്ചു. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായപ്പോൾ BJP അമ്മ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ച് അതിൻ്റെ പേരിൽ കഥകൾ നെയ്തുണ്ടാക്കുന്ന ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമക്കാരോടും നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യമുള്ള ചില സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളോടും BJPക്ക് പറയാനുള്ളത്,
ഞങ്ങൾ ഒരു മാന്യത പാലിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സിനിമാ മേഖലയിലുള്ള ആൾക്കാരുടെ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രതിവിധി കണ്ടുപിടിക്കാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർ സിനിമാ മേഖലയിൽ തന്നെയുണ്ട്. മല്ലപ്പള്ളി മാതാ അമൃതാനന്ദമയി മഠവും വിവിധ ക്ഷേത്രങ്ങളും സംയുക്തമായി സമൂഹ ലളിതാ സഹസ്രനാമ പാരായണ ജപയജ്ഞവും ശ്രീ ചക്രപൂജയും അതിവിശിഷ്ടമായി നടത്തി. മല്ലപ്പള്ളി മുരണി കവല ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന ജപയജ്ഞത്തിൽ 1000-ലധികം ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. നമസ്തേവായ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി. മല്ലപ്പള്ളി മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 മാസക്കാലമായി വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്തജന കൂട്ടായ്മകൾ ലളിതാ സഹസ്രനാമ പാരായണം നടത്തിവരികയായിരുന്നു. ഇതിന്റെ സമാപന സമർപ്പണമായാണ് മുരണി ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ ശ്രീചക്ര പൂജ സംഘടിപ്പിച്ചത്. ബ്രഹ്മശ്രീ പരമേശ്വരൻ പോറ്റി ആറ്റുപുറത്തില്ലം ശ്രീചക്ര പൂജയുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സനാതനധർമ്മ വിശ്വാസികളുടെ സാധനാ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചു നടന്ന ഈ യജ്ഞത്തിൽ 1001 പേർ ഒരേ സ്വരത്തിൽ ലളിതാ സഹസ്രനാമം ജപിച്ചത് പങ്കെടുത്ത ഭക്തർക്കെല്ലാം നവ്യാനുഭൂതിയായി മാറി. അമ്മ പറയാറുണ്ട്, ധ്യാനമെന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മളെപ്പോഴും സന്തോഷത്തിനും സംതൃപ്തിക്കും സമാധാനത്തിനും വേണ്ടി പുറത്ത് പല കാര്യങ്ങളും ചെയ്ത് അതനുഭവിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ആനന്ദം, സംതൃപ്തി അവരവരുടെ ഉള്ളിൽ തന്നെയാണ്. സംതൃപ്തി അവരവരുടെ ഉള്ളിലാണ്. ഈശ്വരീയ ചൈതന്യം അവരവരുടെ ഉള്ളിലാണ്. ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് ശാസ്ത്രങ്ങൾ മുഴുവൻ ഉദ്ഘോഷിക്കുന്നു. നാമജപം ഒരു സംസ്കാരമാണെന്നും അത് വ്യക്തികളെ ആധ്യാത്മികമായും മാനസികമായും ശക്തരാക്കുമെന്നുള്ള സന്ദേശമാണ് മഠം ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ചടങ്ങിൽ പൂജനീയ സ്വാമിനി ഭവ്യാമൃത പ്രാണ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനിമാ പിന്നണി ഗായിക ആലിസ് ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാണിക്യമൗളിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം മാപേന ഭക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണ്ണരത്നചഷകം തെക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാ ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മഭദ്രായ ദക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ഹേമ പത്മാം വരാംഗീം. ഡോക്ടർ ഗോപാൽ കെ നായർ, മല്ലപ്പള്ളി മാതാ അമൃതാനന്ദമയി മഠം സത്സംഗ സമിതി കാര്യദർശി ഉണ്ണികൃഷ്ണൻ നായർ ചൈത്രം, പ്രകാശ് കുമാർ വടക്കേമുറി, പ്രേംകുമാർ തിരുമൂലപുരം, മധു കീഴ്വായ്പൂർ, സുരേഷ് കുമാർ, PK മോഹനവർമ്മ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വ്യക്തികളുടെ വികാസത്തിനും അതുവഴി സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്കും ഉതകുന്ന രീതിയിലാണ് ജപയജ്ഞം സമാപിച്ചത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതികരിക്കാതെ VM സുധീരൻ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. K കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനെത്തിയതായിരുന്നു അദ്ദേഹം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് കരുണാകരന്റെ പേരിടണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടു. കരുണാകരനെ പോലുള്ള നേതാക്കൾ കോൺഗ്രസിൽ ഇല്ലാതെ പോയ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. അല്ല, കരുണാകരനും ആന്റണി കരുണാകരൻ അല്ലെങ്കിൽ ആ കാലത്തെ രാഷ്ട്രീയ നേതൃത്വം, അച്യുതമേനോൻ, EMS നമ്പൂതിരിപ്പാട്, MN ഗോവിന്ദൻ നായർ, ആ ഒരു നിര, അച്യുതാനന്ദൻ, നയനാർ, അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സജീവ രാഷ്ട്രീയത്തിൽ കേരളം നിറഞ്ഞിരുന്ന AK ആന്റണി, ഉമ്മൻചാണ്ടി, അവരൊക്കെ ഇന്ന് പൊതുരംഗത്ത് ഇല്ലാത്തത്, സജീവമായി ഇല്ലാത്തത് നമുക്കൊരു നഷ്ടം തന്നെയാണ്, കാര്യം സംശയമില്ല. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിനിടെ വിവാദ പരാമർശവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒരുമിച്ച് കൂടുമ്പോൾ അവരെ ഇല്ലാതാക്കൽ എളുപ്പമാണെന്നാണ് ട്രംപിന്റെ പരാമർശം. എന്നാൽ അമേരിക്ക അങ്ങനെ ചെയ്യില്ലെന്നും ട്രംപ് വ്യക്തമാക്കി.
അയത്തുള്ള അലി ഖമനേയിയുടെ ശവസംസ്കാര ചടങ്ങിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾക്കായി ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒത്തുകൂടിയതിനെ പരാമർശിച്ചാണ് ട്രംപിന്റെ വിവാദ പരാമർശം. അവരെല്ലാവരും അവിടെയുണ്ട്, ഒരൊറ്റ ഷോട്ട്, നമുക്ക് അവരെയെല്ലാം ഒരുമിച്ച് ഇല്ലാതാക്കാൻ കഴിയും. ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ അമേരിക്ക അങ്ങനെ ചെയ്യില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. ഒരുമിച്ച് ഇല്ലാതാക്കിയാൽ പിന്നീട് യുഎസിന് ആണവ കരാറിനായി ചർച്ച നടത്താൻ അവിടെ ആരും അവശേഷിക്കില്ല എന്നാണ് ട്രംപിന്റെ വാദം. ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ജനം കരയുന്നത് കണ്ട് ഞെട്ടിപ്പോയെന്നും ട്രംപ് പറഞ്ഞു. ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ടെഹ്റാനിലെ ശവസംസ്കാര ചടങ്ങുകൾ താൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുഃഖാചരണം അവസാനിക്കുന്നതുവരെ ഇറാൻ ആണവ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ലോക നേതാക്കളടക്കം ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. ടെഹ്റാനിലെ ഗ്രാൻഡ് മസല്ലയിൽ ജനലക്ഷങ്ങളാണ് ആദരാഞ്ജലി അർപ്പിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് വലിയ തോതിലുള്ള സുരക്ഷാ ഭീഷണികൾ ഉയർന്നതിനാൽ ടെഹ്റാനിൽ സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകുകയും കർശനമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പാലാ ഭരണങ്ങാനത്ത് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മേരിഗിരി പടിഞ്ഞാറെ പീടികയിൽ മേരി തോമസിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴ്ന്നത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. മേരി തോമസ് തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. കിണറിന്റെ സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും അടക്കം കിണറ്റിനുള്ളിലേക്ക് വീണു. 40 അടിയോളം താഴ്ചയുള്ള 70 വർഷത്തോളം പഴക്കമുള്ള കിണറാണ് ഇടിഞ്ഞത്. വീടിന്റെ കാർ പോർച്ചിനോട് ചേർന്ന് കിണർ ഇടിഞ്ഞതിനാൽ വീടിനും അപകട ഭീഷണിയുണ്ട്. കോട്ടയം ഐമനം സ്വദേശിനി തീപ്പൊള്ളലേറ്റ് മരിച്ചതിൽ ദുരൂഹത. ഐമനം കല്ലുമട കാട്ടുപാടത്തെ ലേഖയാണ് മരിച്ചത്. ലേഖയ്ക്കൊപ്പം താമസിച്ചിരുന്ന കുമരകം സ്വദേശി ഷൈനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലയാഴം തോട്ടുവക്കം ഭാഗത്തെ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഇരുവരും. ഇതിനിടയിലാണ് സംഭവമുണ്ടായത്. കഴിഞ്ഞ മാസം 23-നാണ് ലേഖയ്ക്ക് തീപ്പൊള്ളലേറ്റത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. തൃശൂർ വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിൽ 2 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വന്ന കാറും കുന്നംകുളം ഭാഗത്തു നിന്ന് തുരുത്ത് ഭാഗത്തേക്ക് തിരിയുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ 2 കാറുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് റോഡിൽ അല്പസമയം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പരാഗ്വയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് ഫ്രാൻസ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. 70-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയാണ് പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന്റെ വിജയ ഗോൾ നേടിയത്. ദുവയെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി എംബാപ്പെ ഗോളാക്കി മാറ്റുകയായിരുന്നു. ഈ ഗോളോടെ 7 ഗോളുമായി ഗോൾവേട്ടയിൽ എംബാപ്പെ മെസ്സിക്കൊപ്പമെത്തി. 5 പ്രതിരോധക്കാരെ അണിനിരത്തി ഇറങ്ങിയ പരാഗ്വെ ഫ്രാൻസിന് ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തിയത്. പരാഗ്വെ ഗോളി ഒർലാൻഡോ ഗിൽ മികച്ച സേവുകളുമായി കളം നിറഞ്ഞു. 23 ഫൗളുകൾ കണ്ട മത്സരത്തിൽ ഫ്രാൻസിന്റെ 3 താരങ്ങൾക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയാണ് ഫ്രാൻസിന്റെ എതിരാളി. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ 10-ാം തീയതിയാണ് മത്സരം. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30 നടക്കും. മുമ്പ് ഇരു ടീമും 4 തവണ ഏറ്റുമുട്ടിയപ്പോഴും മഞ്ഞപ്പടയ്ക്ക് ജയിക്കാനായിട്ടില്ല എന്നതാണ് വെല്ലുവിളി. 2 എണ്ണം നോർവേ ജയിച്ചപ്പോൾ 2 എണ്ണം സമനിലയായിരുന്നു. അതേസമയം മറ്റൊരു മത്സരത്തിൽ രാവിലെ 5:30 മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടും.